എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ പ്രസാദ്. നമ്മുടെ പ്രോപ്രപ്പിന്റെ പുതിയൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 9, 2026 കഴിഞ്ഞ് കേറ്ററ്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഒരു എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ പൊതുവെ അധ്യാപകർ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത് എക്സാം ഒരു കുറച്ച് മോഡറേറ്റ് ലെവല് അല്ലെങ്കിൽ അതിനേക്കാളും ഒരു കുറച്ച് ടഫായിരുന്നു എന്നുള്ള രീതിക്കാണ് പൊതുവെ അധ്യാപകരെല്ലാവരും പറഞ്ഞു കേട്ടത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് എക്സാം ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു ഈസി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് ടഫായിട്ടില്ല എങ്കിലും ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു ഇന്നത്തെ നമുക്ക് കാണാൻ പറ്റിയത്. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുള്ളതുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പോ അത്യാവശ്യം നന്നായി പഠിച്ചവർക്കെല്ലാം അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടി ലെവല് കൂടിയ ഒരു എക്സാം ആയിരുന്നു എന്ന് പറയേണ്ടി വരും നമ്മുടെ മുൻപ് കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കാണ് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 71ാമത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോംസ് ഇൻ ടെസ്റ്റിംഗ് റെഫർ ടു. ടെസ്റ്റിംഗിലെ നോംസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓൺലി ദ ആവറേജ് സ്കോർ, ഓൺലി ദ ഹയസ്റ്റ് സ്കോർ, ഓൺലി ദ ലോവസ്റ്റ് സ്കോർ, സ്റ്റാൻഡേർഡ് സ്കോർസ് ഡിറൈവ്ഡ് ഫ്രം എ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടെസ്റ്റിംഗിൽ നോംസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് സ്കോർസ് ഡിറൈവ്ഡ് ഫ്രം എ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യ ഗ്രൂപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്റ്റാൻഡേർഡ് സ്കോറുകളെയാണ് നമ്മളിവിടെ നോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലയോമെട്രിക് ട്രെയിനിങ് പ്രൈമർലി ഇംപ്രൂവ്സ്. പ്ലയോമെട്രിക് പരിശീലനം പ്രാഥമികമായി എന്താണ് മെച്ചപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ എയറോബിക് എൻഡ്യൂറൻസ്, ഓപ്ഷൻ ബി എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്, ഓപ്ഷൻ സി മാക്സിമം സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി സ്ട്രെങ്ത് എൻഡ്യൂറൻസ്. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ആണ് ശരി ഉത്തരം. ഈസി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ. വാട്ട് ഇസ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലൈഫ്? ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ സെൽ, ഓപ്ഷൻ ബി ഓർഗൻ, ഓപ്ഷൻ സി ഓർഗൻ സിസ്റ്റം, ഓപ്ഷൻ ഡി ടിഷ്യൂ. ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സെൽ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് വൺ. വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ട്രീറ്റിംഗ് എ മൈനർ ബേൺ? ഒരു ചെറിയ പൊള്ളൽ ചികിത്സിക്കുന്നതിനുള്ള ആദ്യ പടി എന്താണ്? ഓപ്ഷൻ എ അപ്ലൈ ഐസ് ഡയറക്ട്ലി, ഓപ്ഷൻ ബി കൂൾ ദ ബേൺ വിത്ത് റണ്ണിംഗ് വാട്ടർ, ഓപ്ഷൻ സി പോപ്പ് എനി ബ്ലിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി റബ് ബട്ടർ ഓൺ ദ ബേൺ. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കൂൾ ദ ബേൺ വിത്ത് റണ്ണിംഗ് വാട്ടർ എന്നുള്ളതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ ഒക്യൂർസ് വെൻ എ മസിൽ ഷോർട്ടൻസ്? ഒരു പേശിക്ക് നീളം കുറയുമ്പോൾ സംഭവിക്കുന്ന പേശി സങ്കോചം അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ ഏത് തരമാണ്? കോൺസെൻട്രിക്, എക്സെൻട്രിക്, ഐസോമെട്രിക് ആൻഡ് സ്റ്റാറ്റിക്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കോൺസെൻട്രിക് ആണ്. കാരണം നമ്മുടെ മസിൽ ഷോർട്ടൺ ആകുമ്പോൾ ഏത് ടൈപ്പ് കോൺട്രാക്ഷൻ ആണ് നടക്കുന്നത്? കോൺസെൻട്രിക് കോൺട്രാക്ഷൻ ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈപ്പർ ടെൻഷൻ ഈസ് അനദർ ടേം ഫോർ. ഹൈപ്പർ ടെൻഷന്റെ മറ്റൊരു പേര് എന്താണ്? ഹാർട്ട് അറ്റാക്ക്, ഹൈ ബ്ലഡ് പ്രഷർ, ലോ ബ്ലഡ് പ്രഷർ ആൻഡ് നോർമൽ ബ്ലഡ് പ്രഷർ. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഹൈ ബ്ലഡ് പ്രഷർ ആണ്. നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ ആയിട്ടുള്ള 120/80 mmHg മുകളിൽ പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് 140/90 mmHg ഒക്കെ അല്ലെങ്കിൽ അതിന് മേലേക്കൊക്കെ പോവാം. അതിനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ദ മീൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ എന്നാൽ എന്താണ്? ദ ആവറേജ് ഓഫ് ഓൾ വാല്യൂസ് ഇൻ എ ഡാറ്റ സെറ്റ്, the difference between the highest and lowest values, the middle value in a data set, the most frequent value in a data set. അപ്പോൾ മീൻ എന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉദ്ദേശിക്കുന്നത് ദ ആവറേജ് ഓഫ് ഓൾ വാല്യൂസ് ഇൻ എ ഡാറ്റ സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റിലെ എല്ലാ മൂല്യങ്ങളുടെയും ശരാശരിയാണ് മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The phase where the body recovers and adapts to a higher level than before training. ശരീരം പുനഃപ്രാപ്തി കൈവരിക്കുകയും പരിശീലനത്തിന് മുമ്പുള്ളതിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ഘട്ടം എന്താണ്? അക്ലിമറ്റൈസേഷൻ, പീരിയോഡൈസേഷൻ, സെക്കൻഡ് വിങ് ആൻഡ് സൂപ്പർ കോമ്പൻസേഷൻ. ഓപ്ഷൻ ഡി സൂപ്പർ കോമ്പൻസേഷൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പെക്ട്രം ഓഫ് ഹെൽത്ത് റിഫേഴ്സ് ടു. ആരോഗ്യത്തിന്റെ സ്പെക്ട്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ a continuum from optimal health to severe illness. Option B, only the presence or absence of disease. Option C, the income level of population. Option D, the number of hospitals in a community. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കണ്ടിന്യൂം ഫ്രം ഒപ്റ്റിമൽ ഹെൽത്ത് ടു സിവിയർ ഇൽനസ്, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ആരോഗ്യം മുതൽ കടുത്ത രോഗം വരെയുള്ള ഒരു തുടർച്ചയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് PNF സ്റ്റാൻഡ് ഫോർ ഇൻ സ്പോർട്സ് ട്രെയിനിങ്? സ്പോർട്സ് പരിശീലനത്തിൽ PNF എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫെസിലിറ്റേഷൻ. ഓപ്ഷൻ ബി പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫെസിലിറ്റി. ഓപ്ഷൻ സി പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫാക്ടർ. ആൻഡ് ഓപ്ഷൻ ഡി പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫീച്ചർ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫെസിലിറ്റേഷൻ ആണ് PNF-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു നോട്ട് ഡു ആഫ്റ്റർ എ സ്നേക്ക് ബൈറ്റ്? പാമ്പുകടിയേറ്റതിനു ശേഷം നിങ്ങൾ ചെയ്യരുതാത്തത് എന്താണ്? ഓപ്ഷൻ എ, കീപ് ദ ബിറ്റൺ ലിംബ് സ്റ്റിൽ. ഓപ്ഷൻ ബി, റിമൂവ് ജ്വല്ലറി ഓർ ടൈറ്റ് ക്ലോത്തിങ്. ഓപ്ഷൻ സി, സീക്ക് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ്. ഓപ്ഷൻ ഡി, സക്ക് ഔട്ട് ദ വെനം. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സക്ക് ഔട്ട് ദ വെനമാണ്, അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യാതിരിക്കേണ്ടത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. കീപ് ദ ബിറ്റൺ ലിപ് സ്റ്റിൽ, കടിയേറ്റ കൈകാലുകൾ അനക്കാതിരിക്കുക. റിമൂവ് ജ്വല്ലറി ഓർ ടൈറ്റ് ക്ലോത്തിങ്, ആഭരണങ്ങളോ ഇറുകിയ വസ്ത്രങ്ങളോ നീക്കം ചെയ്യുക. സീക്ക് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ്, അടിയന്തര വൈദ്യസഹായം തേടുക. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സക്ക് ഔട്ട് ദ വെനം, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സ്പോർട്സ് ട്രെയിനിങ്? താഴെ പറയുന്നവയിൽ കായിക പരിശീലനത്തിന്റെ തത്വമല്ലാത്തത് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓവർലോഡ്, റാൻഡംനെസ്, റിവേഴ്സിബിലിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റാൻഡംനെസ് ആണ്. കാരണം അത് സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ അല്ല. ബാക്കിയെല്ലാം നമ്മുടെ സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഓവർലോഡ്, പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിസിറ്റി, ഇതെല്ലാം സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അഡാപ്റ്റീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ? APE. എന്താണ് അഡാപ്റ്റീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ് ഓൺ അക്കാദമിക് സബ്ജക്ട്സ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോർ എൽഡർലി ഓൺലി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓൺലി ഫോർ ദ women. Option D, specially designed physical education instruction for individuals with the disabilities. ഇവിടെ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്പെഷ്യലി ഡിസൈൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈഫോസിസ് ഇസ് എ പോസ്ചറൽ ഡിഫോമിറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ. കൈഫോസിസ് എന്ന ശരീരനിലയെ വൈകല്യം എന്തിന്റെ സവിശേഷതയാണ്? എക്സസീവ് ഔട്ട്വേർഡ് കർവേച്ചർ ഓഫ് ദ അപ്പർ ബാക്ക് അല്ലെങ്കിൽ ഹഞ്ച് ബാക്ക്, ഫ്ലാറ്റ്നെസ് ഓഫ് ദ ഫുട്ട്, ഇൻവേർഡ് കർവേച്ചർ ഓഫ് ദ ലോവർ ബാക്ക്, ലാറ്ററൽ കർവേച്ചർ ഓഫ് ദ സ്പൈൻ. ഇവിടെ കൈഫോസിസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, എക്സസീവ് ഔട്ട്വേർഡ് കർവേച്ചർ ഓഫ് ദ അപ്പർ ബാക്ക് അല്ലെങ്കിൽ ഹഞ്ച് ബാക്ക് എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നു. അപ്പൊ അതാണ് ശരി ഉത്തരം. മുകൾ ഭാഗത്തെ പുറം ഭാഗത്ത് അമിതമായ വളവ് അല്ലെങ്കിൽ ഒരു കൂന് പോലുള്ളതിനെയാണ് കൈഫോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ആൻ ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ? ഒരു ഒളിമ്പിക്സ് നീന്തൽ കുളത്തിന്റെ സ്റ്റാൻഡേർഡ് നീളം എത്രയാണ്? 25 meters, 50 meters, 75 meters, 100 meters. ഓപ്ഷൻ ബി 50 meters ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not typically included in anthropometric measurements? താഴെ പറയുന്നവയിൽ ആന്ത്രോപോമെട്രിക് അളവുകളിൽ സാധാരണയായി ഉൾപ്പെടാത്തത് ഏതാണ്? ബ്ലഡ് പ്രഷർ, ബോഡി ഗർത്ത്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ശരി ഉത്തരം ബ്ലഡ് പ്രഷർ ആണ്.
അത് നമ്മുടെ ഒരു ആന്ത്രോപോമെട്രിക് മെഷർമെന്റിൽ ഉൾപ്പെടുന്നതല്ല. ബാക്കിയെല്ലാം ആന്ത്രോപോമെട്രിക് മെഷർമെന്റിൽ ഉൾപ്പെടുന്നതാണ്. ബോഡി ഗർത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മൈക്രോ സൈക്കിൾ ഇൻ പീരിയഡൈസേഷൻ? പീരിയഡൈസേഷനിലെ മൈക്രോ സൈക്കിൾ എന്നാൽ എന്ത്? ഓപ്ഷൻ എ 4 to 6 weeks of training period. Option B, a 7 to 10 days of training period. Option C, an annual training period. And option D, 4-year training period. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ 7 to 10 days ട്രെയിനിങ് പീരിയഡിനാണ് മൈക്രോ സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രോയർ മില്ലർ ടെസ്റ്റ് ഈസ് ഡിസൈൻ ടു അസസ്. ബ്രോയർ മില്ലർ ടെസ്റ്റ് എന്ത് വിലയിരുത്താനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ബാഡ്മിന്റൺ സ്കിൽസ്, ബാസ്കറ്റ്ബോൾ സ്കിൽസ്, ടെന്നീസ് സ്കിൽസ് ആൻഡ് വോളിബോൾ സ്കിൽസ്. ഓപ്ഷൻ സി, ടെന്നീസ് സ്കിൽസ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാഡർ ട്രെയിനിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ്. ലാഡർ ട്രെയിനിങ് എന്ത് കൈവരിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ എജിലിറ്റി, ഓപ്ഷൻ ബി കോർഡിനേഷൻ, ഓപ്ഷൻ സി സ്പീഡ്, ഓപ്ഷൻ ഡി സ്ട്രെങ്ത്. ഇവിടെ നമ്മളുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ എജിലിറ്റി ആണ് ശരി ഉത്തരം. കാരണം ലാഡർ ട്രെയിനിങ് നമ്മൾ പ്രധാനമായിട്ടും എജിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടേഴ്സ് അഫക്ട് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ? ഒരു പ്രൊജക്ടൈലിന്റെ സഞ്ചാരപഥത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാവിറ്റി, എയർ റെസിസ്റ്റൻസ് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. ഓപ്ഷൻ ബി, ഓൺലി എയർ റെസിസ്റ്റൻസ്. ഓപ്ഷൻ സി, ഓൺലി ഗ്രാവിറ്റി. ആൻഡ് ഓപ്ഷൻ ഡി, ഓൺലി ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഗ്രാവിറ്റി, എയർ റെസിസ്റ്റൻസ് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നമ്മളിവിടെ ഒരു 90 ക്വസ്റ്റ്യൻസോളം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഈസിയായി നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചതും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് കണ്ടതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 91st ക്വസ്റ്റ്യൻ, അണ്ടർ ന്യൂട്രീഷൻ റിസൾട്ട്സ് ഫ്രം. പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നത് എന്തിന്റെ ഫലമായാണ്? എക്സസീവ് വൈറ്റമിൻ ഇൻടേക്ക്, lack of adequate nutrients, only lack of water, and overconsumption of food. ഇവിടെ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലാക്ക് ഓഫ് അഡിക്വേറ്റ് ന്യൂട്രിയൻസ് ആണ്, അല്ലെങ്കിൽ മതിയായ പോഷകങ്ങളുടെ അഭാവമാണ് നമ്മൾക്ക് അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്? മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസ് ആൻഡ് വെയിറ്റ് ആർ ദ സെയിം. മാസും ഭാരവും ഒന്നാണ്. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ, വെയിറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. മാസ് എന്നത് ദ്രവ്യത്തിന്റെ അളവും ഭാരം ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയുമാണ്. ഓപ്ഷൻ സി, മാസ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്, വെയിറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. മാസ് എന്നത് ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയും ഭാരം ദ്രവ്യത്തിന്റെ അളവുമാണ്. ഓപ്ഷൻ ഡി, മാസ് ഈസ് ഓൺലി മെഷർഡ് ഇൻ കിലോഗ്രാംസ്. മാസ് കിലോഗ്രാമിൽ മാത്രം അളക്കുന്നു. നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ, വെയിറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. മാസ് എന്നത് ദ്രവ്യത്തിന്റെ അളവും ഭാരം ഒരു വസ്തുവിൽ ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി? ഗുരുത്വാകർഷണ കേന്ദ്രം എന്നാൽ എന്താണ്? ദ പോയിന്റ് വേർ ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ്, ദ പോയിന്റ് വേർ ദ ഒബ്ജക്റ്റ് ഈസ് ഹെവിയസ്റ്റ്, ദ പോയിന്റ് വേർ ദ ഒബ്ജക്റ്റ് ഈസ് സ്മോളസ്റ്റ്, ദ പോയിന്റ് വേർ ദ ഒബ്ജക്റ്റ് ഈസ് വൈഡസ്റ്റ്. ഇവിടെ നമ്മളുടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ പോയിന്റ് വേർ ദ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ്, പിണ്ഡം കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് ഫിറ്റ്നസ് റെഫേഴ്സ് ടു. മോഡ് ഓഫ് ഫിറ്റ്നസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓൺലി കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, ഓൺലി ഫ്ലെക്സിബിലിറ്റി, ഓൺലി മസ്കുലർ സ്ട്രെങ്ത്, ദ എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി. ഇവിടെ നമ്മളുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി, ദ എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not included in AFER fitness test battery? AFER fitness test batteryയിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത്? പുൾ-അപ്സ്, ഷട്ടിൽ റൺ, സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ്, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ്. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി,
സിറ്റ് ആൻഡ് റിച്ച് ടെസ്റ്റ് ആണ്. ബാക്കി 3 അഫക്ട് ഫിറ്റ്നസ് ടെസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഗോൾ ഓഫ് ട്രാൻസിഷൻ ഫേസ് ഇൻ പീരിയഡൈസേഷൻ? പീരിയഡൈസേഷനിലെ ട്രാൻസിഷൻ ഫേസിന്റെ ലക്ഷ്യം എന്താണ്? ടു അച്ചീവ് ഫിറ്റ്നസ്, ടു അച്ചീവ് റിക്കവറി, ടു അച്ചീവ് സ്ട്രെങ്ത്, ടു അച്ചീവ് ടോപ്പ് പെർഫോമൻസ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ടു അച്ചീവ് റിക്കവറി, അല്ലെങ്കിൽ റിക്കവറി നേടാനാണ് നമ്മൾ ട്രാൻസിഷൻ ഫേസ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പാരാലിമ്പിക്സ്? എന്താണ് പാരാലിമ്പിക്സ്? ഓപ്ഷൻ എ ലോക്കൽ സ്കൂൾ കോമ്പറ്റീഷൻ. ഓപ്ഷൻ ബി, എ മ്യൂസിക് ഫെസ്റ്റിവൽ. ഓപ്ഷൻ സി, an event for able-bodied athletes only. And option D, an international multi-sport event for athletes with disabilities. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു ഡു ഇഫ് LPG ഗ്യാസ് ലീക്സ് അറ്റ് ഹോം? വീട്ടിൽ LPG ഗ്യാസിന്റെ ചോർച്ച ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് നമ്മളുടെ ഒരു ജനറൽ നോളജ് പോലെ ഒരു കോമൺ സെൻസ് മെഷർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, അപ്ലൈ വാട്ടർ. ഓപ്ഷൻ ബി, ഇഗ്നോർ ലീക്കേജ്. ഓപ്ഷൻ സി, ഓപ്പൺ വിൻഡോസ് ആൻഡ് ഡോർസ് ആൻഡ് കോൾ ഫോർ ഹെൽപ്പ്. ഓപ്ഷൻ ഡി, സ്വിച്ച് ഓൺ ദ ലൈറ്റ്സ് ടു ചെക്ക് ഫോർ ലീക്സ്. ഇവിടെ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്പൺ വിൻഡോസ് ആൻഡ് ഡോർസ് ആൻഡ് കോൾ ഫോർ ഹെൽപ്പ്. ജനലുകളും വാതിലുകളും തുറക്കുക, സഹായത്തിനായി വിളിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ അനാറ്റമിക്കൽ പൊസിഷൻ? അനാറ്റമിക്കൽ പൊസിഷൻ എന്നാൽ എന്താണ്? ലൈയിങ് ഫേസ് ഡൗൺ, ലൈയിങ് ഓൺ ദ ബാക്ക്, sitting with the legs crossed, standing upright, arms at sides, palms facing forward. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ജോയിന്റ് മൂവ്മെന്റ്സ് occurs when a body part moves away from the midline? ഒരു ശരീരഭാഗം മധ്യരേഖയിൽ നിന്ന് അകന്നു പോകുമ്പോൾ സംഭവിക്കുന്ന സന്ധിചലനം ഏതാണ്? അബ്ഡക്ഷൻ, അഡക്ഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് ഫ്ലെക്ഷൻ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എവേ ഫ്രം ദ മിഡ് ലൈൻ ആണ്. എവേ ഫ്രം ദ മിഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ, അബ്ഡക്ഷൻ ആണ് ശരി ഉത്തരം. ഇനി ക്ലോസ് ടു ദ മിഡ് ലൈൻ ആയിരുന്നെങ്കിൽ അത് അഡക്ഷൻ ആവുമായിരുന്നു. എവേ ഫ്രം ദ മിഡ് ലൈൻ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അബ്ഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പിൻ ഇൻ ബയോമെക്കാനിക്സ്? ബയോമെക്കാനിക്സിലെ സ്പിൻ എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്. ഓപ്ഷൻ ബി, ദ ഫോഴ്സ് അപ്ലൈഡ്. Option C, the rotation of an object around its own axis. And option D, the speed of movement. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ റൊട്ടേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് അറൌണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസിനാണ് സ്പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻ അത്ലറ്റിക്സ് ദ ലെങ്ത് ഓഫ് എ സ്റ്റാൻഡേർഡ് റണ്ണിംഗ് ട്രാക്ക് ഈസ്. അത്ലറ്റിക്സിൽ ഒരു സാധാരണ ട്രാക്കിന്റെ നീളം എത്രയാണ്? 200 meters, 400 meters, 600 meters, 800 meters. അപ്പൊ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റണ്ണിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് 400 meters ആയിരിക്കും അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് വാട്ടർ റെസിസ്റ്റൻസ് അഫക്ട് സ്വിമ്മിംഗ്? നീന്തലിനെ ജലപ്രതിരോധം എങ്ങനെ ബാധിക്കുന്നു? ഇറ്റ് ഡിക്രീസസ് ബോയൻസി, ഇറ്റ് ഇൻക്രീസസ് ബോയൻസി, ഇറ്റ് മേക്സ് സ്വിമ്മിംഗ് ഈസിയർ, ഇറ്റ് ഒപ്പോസസ് ദ സ്വിമ്മേഴ്സ് മൂവ്മെന്റ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഒപ്പോസസ് ദ സ്വിമ്മേഴ്സ് മൂവ്മെന്റ്. ഇത് നീന്തൽക്കാരന്റെ ചലനത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് എന്താണ്? നീന്തൽക്കാരന്റെ ചലനത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ബോയൻസി? എന്താണ് പ്ലവക്ഷമത? ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ഗ്രാവിറ്റി ഇൻ എ ഫ്ലൂയിഡ്, ദ റെസിസ്റ്റൻസ് ടു മൂവ്മെന്റ്, ദ സ്പീഡ് ഇൻ വാട്ടർ, ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജെക്ട്. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ബുയൻസി എന്ന് പറയുന്നത് ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ഗ്രാവിറ്റി ഇൻ എ ഫ്ലൂയിഡ്. ഒരു ദ്രാവകത്തിൽ ഗുരുത്വാകർഷണത്തെ എതിർക്കുന്ന ശക്തിയാണ് ബോയൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് കോമൺലി യൂസ് ടു മെഷർ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്? കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് അളക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? 12-minute കൂപ്പർ ടെസ്റ്റ്, പാരോ മോട്ടബിലിറ്റി ടെസ്റ്റ്, ഡയസ് ഹോക്കി ടെസ്റ്റ് ആൻഡ് ഫ്രഞ്ച് ഷോർട്ട് സർവീസ് ടെസ്റ്റ്. ഇവിടെ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ, 12-minute കൂപ്പർ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വിഷൻ? കാഴ്ചക്ക് പ്രധാനപ്പെട്ട വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി,
vitamin C and vitamin D. Option A, vitamin A ആണ് ശരി ഉത്തരം. Next question, what is the purpose of skin fold measurements? Skin fold അളവുകളുടെ ഉദ്ദേശം എന്താണ്? To assess muscle strength, to estimate body fat percentage, to measure bone density, and option D, to measure height. Option B, to estimate body fat percentage ആണ് ശരി ഉത്തരം. Next question, which of the following is not a macronutrient? താഴെ പറയുന്നവയിൽ മാക്രോന്യൂട്രിയന്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്സ്, ഓപ്ഷൻ ബി ഫാറ്റ്സ്, ഓപ്ഷൻ സി പ്രോട്ടീൻസ് ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻസ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റമിൻസ് ആണ്. കാരണം കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ് ഇതെല്ലാം മാക്രോ ന്യൂട്രിയൻസ് ആണ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? താഴെ പറയുന്നവയിൽ പകർച്ചവ്യാധി ഏതാണ്? ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ, ഇൻഫ്ലുവൻസ, ഓസ്റ്റിയോപൊറോസിസ്. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇൻഫ്ലുവൻസ ആണ്. അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ബാക്കിയെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓസ്റ്റിയോപൊറോസിസ് ഇസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ. ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥയുടെ സവിശേഷത എന്താണ്? ഇൻക്രീസ്ഡ് മസിൽ മാസ്, ഓൺലി ജോയിന്റ് പെയിൻ, സ്ട്രോങ് ബോൺസ്, വീക്കെൻഡ് ബോൺസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാരണം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോൺസ് എല്ലാം വീക്കായി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലുകളുടെ ബലം കുറയുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ് ദ സെന്റർ ഓഫ് എ സർക്കുലർ പാത്ത്? ഒരു വൃത്താകൃതിയിലുള്ള പാതയുടെ കേന്ദ്രത്തിലേക്ക് നയിക്കുന്ന ബലം എന്താണ്? ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗൽ, ഓപ്ഷൻ ബി സെൻട്രിപെറ്റൽ, ഓപ്ഷൻ സി ഫ്രിക്ഷണൽ ആൻഡ് ഓപ്ഷൻ ഡി ഗ്രാവിറ്റേഷൻ. ഓപ്ഷൻ ബി സെൻട്രിപെറ്റൽ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇക്വിലിബ്രിയം ഇൻ ബയോമെക്കാനിക്സ്? ബയോമെക്കാനിക്സിലെ സന്തുലിതാവസ്ഥ എന്നാൽ എന്താണ്? വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, വെൻ ഓൾ ഫോഴ്സസ് ആർ ബാലൻസ്ഡ് ആൻഡ് ദർ ഇസ് നോ മൂവ്മെന്റ്, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് accelerating, വെൻ എനർജി ഈസ് ലോസ്റ്റ്. ഓപ്ഷൻ ബി when all forces are balanced and there is no movement ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷേഴ്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് അളക്കുന്നു? ദ ആവറേജ് വാല്യൂ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂസ്, ദ മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ, ദ സ്പ്രെഡ് ഓർ ഡിസ്പേർഷൻ ഓഫ് ഡാറ്റ അറൌണ്ട് ദ മീൻ. ശരാശരിക്ക് ചുറ്റുമുള്ള ഡാറ്റയുടെ വ്യാപനം അല്ലെങ്കിൽ വ്യതിയാനം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വിച്ച് ഈസ് നോട്ട് എ ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്? താഴെ പറയുന്നവയിൽ നല്ല ശുചിത്വം അല്ലാത്തത് ഏത്? നല്ല ശുചിത്വ ശീലം അല്ലാത്തത് ഏത്? ക്ലീനിങ് ഫുഡ് ബിഫോർ കുക്കിംഗ്, പാചകം ചെയ്യുന്നതിന് മുൻപ് ഭക്ഷണം വൃത്തിയാക്കുക, കവറിംഗ് മൗത്ത് ആൻഡ് നോസ് വൈൽ കഫിംഗ്, ചുമയ്ക്കുമ്പോൾ വായു മൂടുക, റെഗുലർ ഹാൻഡ് വാഷിംഗ്, പതിവായി കൈ കഴുകുക, ഷെയറിംഗ് ടവൽസ്, ടവലുകൾ പങ്കിടുക. അപ്പോ നല്ല ഒരു ശുചിത്വ ശീലം അല്ലാത്തത് എന്ന് പറയുന്നത് ഷെയറിംഗ് ടവൽസ് ആണ്. ബാക്കിയെല്ലാം ശുചിത്വ ശീലങ്ങളുടെ ഭാഗമാണ്, നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? താഴെ പറയുന്നവയിൽ ജീവിത ശൈലി രോഗം അല്ലാത്തത് എന്താണ്? ഹൈപ്പർ ടെൻഷൻ, മലേറിയ, ഒബസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്. ഓപ്ഷൻ ബി മലേറിയ ആണ് ശരി ഉത്തരം. കാരണം അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല, അത് കൊതുക് പരത്തുന്ന ഒരു അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഹൈപ്പർ ടെൻഷൻ, ഒബസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ് ഇതെല്ലാം നമ്മുടെ ഒരു ജീവിത ശൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ തേർഡ് ക്ലാസ് ലെവൽ വെർ ഇസ് എഫേർട്ട് അപ്ലൈഡ്? ഒരു 3-ാം ക്ലാസ് ലെവലിൽ എഫേർട്ട് എവിടെയാണ് പ്രയോഗിക്കുന്നത്? അറ്റ് ദ ഫൾക്രം, അറ്റ് ദ ലോഡ്, ബിറ്റ്വീൻ ദ ഫൾക്രം ആൻഡ് ദ ലോഡ്, ഔട്ട്സൈഡ് ദ ലെവൽ. ഓപ്ഷൻ സി ബിറ്റ്വീൻ ദ ഫൾക്രം ആൻഡ് ദ ലോഡ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ കീ ഗോൾ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്? കമ്മ്യൂണിറ്റി ആരോഗ്യ പരിപാടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓൺലി പ്രൊവൈഡിംഗ് എമർജൻസി കെയർ, ഓൺലി ട്രീറ്റിംഗ് ക്രോണിക് ഡിസീസസ്, ഓൺലി ട്രീറ്റിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസ് ഇൻ ദ കമ്മ്യൂണിറ്റി. നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് പ്രിവെന്റിംഗ് ഡിസീസ് ഇൻ ദ കമ്മ്യൂണിറ്റി.
Next question. What is a second wind in the context of exercise physiology? വ്യായാമ ശരീരശാസ്ത്രത്തിൽ സെക്കൻഡ് വിൻഡ് എന്നാൽ എന്താണ്? എ ഫീലിംഗ് ഓഫ് റിന്യൂഡ് എനർജി ആഫ്റ്റർ ഇനീഷ്യൽ ഫറ്റീഗ്. പ്രാരംഭ ക്ഷീണത്തിന് ശേഷം പുതുക്കിയ ഊർജം അനുഭവപ്പെടുന്നത്. എ സഡൻ ഡിക്രീസ് ഇൻ ബ്രീത്തിങ് റേറ്റ്. ശ്വാസമെടുക്കുന്നതിന്റെ നിരക്കിൽ പെട്ടെന്നുണ്ടാകുന്ന കുറവ്. എ സഡൻ ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. ഹൃദയമിടിപ്പിൽ പെട്ടെന്നുണ്ടാകുന്ന വർധനവ്. എ ടൈപ്പ് ഓഫ് മസിൽ ഗ്രാം. ഒരു തരം പേശിപ്പിടുത്തം. നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് വിൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എക്സ്ട്രാ എനർജി കിട്ടിയതുപോലെ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് സെക്കൻഡ് വിൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രക്ചർ composed of two or more tissues working together to perform a specialized function? രണ്ടോ അതിലധികമോ ടിഷ്യൂകൾ ഒരുമിച്ച് പ്രവർത്തനം ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന ഘടനയെ എന്ത് പറയുന്നു? ഓർഗനിലെ സെൽ, ഓർഗൻ ആൻഡ് സെൽ മെംബ്രെയിൻ. ഓപ്ഷൻ സി ഓർഗൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗൻ സിസ്റ്റം ഇസ് റെസ്പോൺസിബിൾ ഫോർ പമ്പിംഗ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി? ശരീരത്തിലുടനീളം രക്തം പമ്പ് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള അവയവ വ്യവസ്ഥ ഏതാണ്? സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഓപ്ഷൻ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ശരി ഉത്തരം. 121ാമത്തെ ക്വസ്റ്റ്യൻ. ജൊഹാൻ ബെർണാഡ് ബെയ്സ്റ്റോ ഈസ് ബെസ്റ്റ് നോൺ ഫോർ. ജൊഹാൻ ബെർണാഡ് ബെയ്സ്റ്റോ എന്തിനാണ് ഏറ്റവും അറിയപ്പെട്ടിരുന്നത്? ഫാദർ ഓഫ് ജർമ്മൻ ജിംനാസ്റ്റിക്സ്, ഫൗണ്ടർ ഓഫ് ജിംനാസ്റ്റിക്സ്, ഓപ്പണിംഗ് ദ ഫിലാന്ത്രോപ്പിനം സ്കൂൾ, റൈറ്റിംഗ് ദ ഫസ്റ്റ് മോഡേൺ ബുക്ക് ഓൺ ജിംനാസ്റ്റിക്സ്. ഓപ്ഷൻ സി ഓപ്പണിംഗ് ദ ഫിലാന്ത്രോപ്പിനം സ്കൂൾ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് കമ്പോണൻസ് ഇൻ എ സ്റ്റാൻഡേർഡ് ലെസൺ പ്ലാൻ ഈസ്. ഒരു സാധാരണ ലെസൺ പ്ലാനിലെ ഘടകങ്ങളുടെ ശരിയായ ക്രമം. ഓപ്ഷൻ എ ആക്ടിവിറ്റീസ്, ഇവാലുവേഷൻ, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഓപ്ഷൻ ബി ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ആക്ടിവിറ്റീസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇവാലുവേഷൻ. ഓപ്ഷൻ സി ഇൻട്രൊഡക്ഷൻ, conclusion, evaluation, activities and objectives. Option D objectives, introduction, activities, evaluation and conclusion. നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ആക്ടിവിറ്റീസ്, ഇവാലുവേഷൻ ആൻഡ് കൺക്ലൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 123ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പേഴ്സണാലിറ്റി ടൈപ്പ് അക്കോർഡിംഗ് ടു ഐസിങ്ക് is more likely to enjoy and seek out team sports? ഐസിങ്കിന്റെ അഭിപ്രായത്തിൽ ടീം സ്പോർട്സുകൾ ആസ്വദിക്കാനും തേടിപ്പോകാനും സാധ്യതയുള്ള വ്യക്തിത്വം ഏതാണ്? എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, ന്യൂറോട്ടിക് ആൻഡ് ഫ്ലെഗ്മാറ്റിക്. നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ എക്സ്ട്രോവേർട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെക്നോളജി യൂസ്ഡ് ഇൻ ക്രിക്കറ്റ് ഫോർ LBW ഡിസിഷൻസ് ഈസ്. ക്രിക്കറ്റിൽ LBW തീരുമാനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. ഹോക്ക് ഐ, ഇൻസ്റ്റന്റ് റീപ്ലേ, സ്നിക്കോമീറ്റർ, VAR അല്ലെങ്കിൽ വാർ. ഇവിടെ ശരി ഉത്തരം ഹോക്ക് ഐ ആണ്. ടെന്നീസിലും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ബോളിന്റെ പൊസിഷൻ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഹോക്ക് ഐ എന്ന് പറയുന്നത്. ക്രിക്കറ്റിലെ LBWനും ഈ സെയിം ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഹോക്ക് ഐ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NYKS സ്റ്റാൻഡ്സ് ഫോർ. NYKS എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? നാഷണൽ യൂത്ത് കർമ്മ സ്കീം, നെഹ്റു യുവകേന്ദ്ര സംഘാതൻ, നാഷണൽ യൂത്ത് ഖേൽ സംഘ്, നാഷണൽ യാത്രാ കേന്ദ്ര സ്കീം. നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, നെഹ്റു യുവ കേന്ദ്ര സംഘാതൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടിപ്പിക്കൽ സീക്വൻസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ ഇൻഫാൻസ് ഫോളോസ്. ശിശുക്കളിലെ മോട്ടോർ വികസനത്തിന്റെ സാധാരണ ക്രമം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ക്രോളിംഗ്, റോളിംഗ്, സ്റ്റാൻഡിംഗ് ആൻഡ് വാക്കിംഗ്. ഓപ്ഷൻ ബി റോളിംഗ്, സിറ്റിംഗ്, ക്രോളിംഗ് ആൻഡ് വാക്കിംഗ്. ഓപ്ഷൻ സി സ്റ്റാൻഡിംഗ്, സിറ്റിംഗ്, ക്രോളിംഗ് ആൻഡ് വാക്കിംഗ്. ഓപ്ഷൻ ഡി വാക്കിംഗ്, ക്രോളിംഗ്, റോളിംഗ് ആൻഡ് സിറ്റിംഗ്. ഇതിൽ എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ക്രോളിംഗ്, റോളിംഗ്, സ്റ്റാൻഡിംഗ്, വാക്കിംഗ് ആണ് എനിക്ക് ശരിയായിട്ട് തോന്നുന്ന ആൻസർ.
കാരണം മറ്റുള്ളതുപോലെ ഇതിൽ നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ആൻസർ കീയിൽ ഏതാണ് അവർ കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പം ഈ ഒരു ഓപ്ഷൻ ബിയും ആവാനുള്ള സാധ്യതയുണ്ട്. റോളിംഗ്, സിറ്റിംഗ്, ക്രോളിംഗ് ആൻഡ് വാക്കിങ്ങും ആവാനുള്ള സാധ്യതയുണ്ട്. എന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിലുള്ള ശരിയായ ആൻസർ നമുക്ക് ഒന്നുകൂടി കൺഫേം കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ ആൻസർ കീ വരുന്നതുവരെ കാത്തിരിക്കണം. ബാക്കിയുള്ള ആൻസേഴ്സിലൊന്നും വലിയൊരു വ്യത്യാസം വരാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The teaching method best suited for fostering creativity in students is വിദ്യാർത്ഥികളിൽ സർഗാത്മക വളർത്താൻ ഏറ്റവും അനുയോജ്യമായ അധ്യാപന രീതി ഏത്? കമാൻഡ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, സെറ്റ് ഡ്രിൽ മെത്തേഡ്. ഓപ്ഷൻ സി പ്രൊജക്ട് മെത്തേഡ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോച്ച് പ്രൈസസ് എ പ്ലെയർ ടു എൻകറേജ് ബെറ്റർ പെർഫോമൻസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഒരു മികച്ച പ്രകടനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു കോച്ച് ഒരു കളിക്കാരനെ പ്രശംസിക്കുന്നു. ഇത് എന്തിന് ഉദാഹരണമാണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് ഫീഡ്ബാക്ക്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്. ഓപ്ഷൻ എ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇൻവെന്റഡ് ദ വോളിബോൾ ഗെയിം? വോളിബോൾ എന്ന കളി കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് നൈസ്മിത്ത്, എച്ച് സി ബക്ക്, ഡബ്ല്യു ജി ഗ്രേസ്, വില്യം ജി മോർഗൻ. ഓപ്ഷൻ ഡി വില്യം ജി മോർഗൻ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ. പഠനത്തിന്റെ ട്രയൽ ആൻഡ് എറർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ബി എഫ് സ്കിന്നർ, എഡ്വേർഡ് തോൺടൈക്ക്, ഇവാൻ പാവ്ലോവ്, ജി പിയാജെ. അപ്പോ ട്രയൽ ആൻഡ് എറർ തിയറി എഡ്വേർഡ് തോൺടൈക്കിന്റെ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഷ്യലൈസേഷൻ ഇൻ സ്പോർട്ട് പ്രൈമർലി ഇൻവോൾവ്സ്. കായിക രംഗത്തെ സാമൂഹികവൽക്കരണം പ്രാഥമികമായി എന്തിനെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ അവോയ്ഡിംഗ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻസ്. ഓപ്ഷൻ ബി competing for awards and recognition. Option C developing only technical skills. Option D learning social values and behavior. നമുക്കിവിടെ ഓപ്ഷൻ ഡി ലേണിംഗ് സോഷ്യൽ വാല്യൂസ് ആൻഡ് ബിഹേവിയർ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോവർബ് യു ക്യാൻ ലീഡ് എ ഹോഴ്സ് ടു വാട്ടർ ബട്ട് യു കാൺട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് ഇല്ലസ്ട്രേറ്റ് വിച്ച് ലേണിംഗ് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് കുതിരയെ വെള്ളത്തിനടുത്തേക്ക് നയിക്കാൻ കഴിയും, പക്ഷേ അതിനെ കുടിപ്പിക്കാൻ കഴിയില്ല എന്ന പഴഞ്ചൊല്ല് ഏത് പഠന തത്വത്തെയാണ് വ്യക്തമാക്കുന്നത്? ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ് യൂസ്. ഇവിടെ ഓപ്ഷൻ സി ലോ ഓഫ് റെഡിനെസ് ആണ് ശരി ഉത്തരം. കാരണം ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ആ കുട്ടി സ്വയം തീരുമാനിക്കണം, അല്ലെങ്കിൽ ആ കുട്ടി സ്വയം റെഡി ആയിരിക്കണം എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ സ്പോർട്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ. കായിക രംഗത്തെ സാമൂഹിക ശ്രേണീകരണം എന്തിലൂടെയാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? ഡിഫറൻസസ് ഇൻ ആക്സസ് ബേസ്ഡ് ഓൺ ക്ലാസ്, ജെൻഡർ, റേസ്, ഈക്വൽ ആക്സസ് ടു ട്രെയിനിങ്, സ്റ്റാൻഡേർഡ് കോച്ചിങ് മാനുവൽസ്. ഓപ്ഷൻ ഡി യൂണിഫോം സെലക്ഷൻ ക്രൈറ്റീരിയ. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ഡിഫറൻസസ് ഇൻ ആക്സസ് ബേസ്ഡ് ഓൺ ക്ലാസ്, ജെൻഡർ ഓർ റേസ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A badminton player who learns to play tennis more easily due to similarities in skills is an example of. ബാഡ്മിന്റൺ കളിക്കാൻ പഠിച്ച ഒരു വ്യക്തിക്ക് ടെന്നീസ് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നത് കഴിവുകളുടെ സാമ്യം കാരണമാണ്. ഇത് ഏതിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇത് എന്തിന് ഉദാഹരണമാണ്? ബൈ ലാറ്ററൽ ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, പോസിറ്റീവ് ട്രാൻസ്ഫർ ആൻഡ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ. ആൻസർ ഓപ്ഷൻ സി പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ബൈപ്പഡ് പോസ്ചർ റെഫേഴ്സ് ടു. ബൈപ്പഡ് പോസ്ചർ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എ സീറ്റഡ് പോസ്ചർ, ക്രോളിംഗ് മോഷൻ, മൂവ്മെന്റ് യൂസിംഗ് ഓൾ ഫോർ ലിംസ്, അപ്രൈറ്റ് പോസ്ചർ ഓൺ 2 feet. ഓപ്ഷൻ ഡി അപ്രൈറ്റ് പോസ്ചർ ഓൺ 2 feet ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Summer Youth Olympic Games are organized for athletes in which age group? ഏത് പ്രായപരിധിയിലുള്ള കായിക താരങ്ങൾക്കാണ് വേനൽക്കാല യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്? 10 to 14 years, 13 to 17 years, 15 to 18 years, 19 to 23 years. ഇവിടെ ഓപ്ഷൻ ബി 13 to 17 years ആണ് ശരി ഉത്തരം.
നെക്സ്റ്റ് വൺ, ഹു വോൺ ദ 2025 ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്? 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക. ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ആൻ ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ അറ്റ് ദ ഏഷ്യൻ ഗെയിംസ്? ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? അഞ്ജു ബോബി ജോർജ്, കമൽജീത് സന്ധു, കർണം മല്ലേശ്വരി, ഷൈനി വിൽസൺ. ഓപ്ഷൻ ബി കമൽജീത് സന്ധു ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the formation in which all students face each other, making it ideal for group discussion or cooperative task is? എല്ലാ വിദ്യാർത്ഥികളും പരസ്പരം അഭിമുഖീകരിക്കുന്ന ഗ്രൂപ്പ് ചർച്ചകൾക്കും സഹകരണപരമായ കാര്യങ്ങൾക്കും അനുയോജ്യമായ രൂപീകരണം എന്താണ്? ഓപ്ഷൻ എ സർക്കിൾ ഫോർമേഷൻ, ഓപ്ഷൻ ബി കോളം ഫോർമേഷൻ, ഓപ്ഷൻ സി ലൈൻ ഫോർമേഷൻ, ഓപ്ഷൻ ഡി പെയർ ഫോർമേഷൻ. നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ സർക്കിൾ ഫോർമേഷൻ ആണ്. Next question, who is considered as the founder of the philosophy of pragmatism in education? വിദ്യാഭ്യാസത്തിലെ പ്രാഗ്മാറ്റിസം എന്ന തത്വചിന്തയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ആര്? അരിസ്റ്റോട്ടിൽ, ജോൺ ഡിവെ, പ്ലാറ്റോ, റൂസോ. ഓപ്ഷൻ ബി ജോൺ ഡിവെ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Baton Cup is prestigious tournament in the sport of. ബെയ്റ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിലെ പ്രശസ്തമായ ടൂർണമെന്റ് ആണ്? ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ ആൻഡ് ഹോക്കി. ഓപ്ഷൻ എ ബാഡ്മിന്റൺ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ലിറ്ററസി പ്രൈമർലി എംഫസൈസസ്. കായിക സ്വാക്ഷരത എന്ന ആശയം പ്രാഥമികമായി എന്തിനാണ് ഊന്നൽ നൽകുന്നത്? അക്കാദമിക് അച്ചീവ്മെന്റ് ഇൻ സ്പോർട്സ് തിയറി, അക്വിസിഷൻ ഓഫ് മെഡൽ ഇൻ കോമ്പറ്റീഷൻസ്, learning only specific sports skills, lifelong engagement in physical activity. Option D lifelong engagement in physical activity ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the formation in which all students face each other. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്, റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the official Olympic motto as updated in 2021? 2021 പുതുക്കിയ ഔദ്യോഗിക ഒളിമ്പിക് മുദ്രാവാക്യം എന്താണ്? ഫാസ്റ്റർ, ഹയർ, ബ്രൈറ്റർ, സ്ട്രോങ്ങർ, ഹയർ, ബ്രേവർ, ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ, യൂണിറ്റി, പീസ്, സ്ട്രെങ്ത്. ഓപ്ഷൻ സി ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് മോസ്റ്റ് സെൻട്രൽ ടു ദ ഫിലോസഫി ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ തത്വചിന്തയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഏതാണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേണിംഗ്, ഫിക്സഡ് കരിക്കുലം ഡെലിവറി, പെർഫോമൻസ് ബേസ്ഡ് സ്റ്റുഡന്റ് ഗ്രൂപ്പിംഗ്, സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ എബിലിറ്റി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേണിംഗ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following body types is associated with slimness and linearity? ശരീരഘടനകളിൽ മെലിഞ്ഞതും നേരിയതുമായ ബന്ധപ്പെട്ട ശരീരം ഏതാണ്? എക്ടോമോർഫ്, എൻഡോമോർഫ്, മിസോമോർഫ് ആൻഡ് മെറ്റാമോർഫ്. അപ്പൊ സ്ലിംനെസ്, അതായത് മെലിഞ്ഞതും നേരിയതുമായ ശരീരം എന്ന് പറയുന്നത് എക്ടോമോർഫ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who said education of a boy means education of a man? Education of a girl means education of the whole family. ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് ഒരു മുഴുവൻ കുടുംബത്തെയും പഠിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദ. ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഫിഫ. ഫിഫയുടെ ആസ്ഥാനം അർജന്റീന, UAE, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്. ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി? താഴെ പറയുന്ന ഘടകങ്ങളിൽ പാരമ്പര്യത്തെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ബോഡി ടൈപ്പ്, ഹൈറ്റ്, മസിൽ ഫൈബർ ടൈപ്പ്, ട്രെയിനിങ് മെത്തേഡ്.
താഴെ പറയുന്ന ഘടകങ്ങൾ പാരമ്പര്യത്തെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ സ്വാധീനിക്കുന്നത് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് മെത്തേഡ്സ് ആയിരിക്കണം ശരി ഉത്തരം. ഓപ്ഷൻ ഡി. കാരണം ബാക്കിയെല്ലാം കൂടിയ രീതിക്ക് നമ്മളെ ബാധിക്കും. കാരണം ബോഡി ടൈപ്പ്, ഹൈറ്റ്, മസിൽ ഫൈബർ ടൈപ്പ് എല്ലാം നമ്മളെ കൂടിയ രീതിക്കാണ് സ്വാധീനിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ദാറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ഡിസ്കവർ സൊല്യൂഷൻസ് ഓൺ ദെയർ ഓൺ ത്രൂ ഗൈഡഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻക്വയറി. വിദ്യാർത്ഥികളെ സ്വന്തമായി പരിഹാരങ്ങൾ കണ്ടെത്താൻ മാർഗനിർദ്ദേശങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപന രീതി. കമാൻഡ് മെത്തേഡ്, എക്സ്പ്ലോറേറ്ററി മെത്തേഡ്, ഇൻഡയറക്റ്റ് കമാൻഡ്, റിവേഴ്സ് കമാൻഡ്. ഓപ്ഷൻ ബി എക്സ്പ്ലോറേറ്ററി കമാൻഡ് ആണ് ശരി ഉത്തരം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ 2026 കോമൺവെൽത്ത് ഗെയിംസ് വിൽ പ്ലേസ് ഇൻ. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ബർമിംഗം ഇംഗ്ലണ്ട്, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്, ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ ആൻഡ് വിക്ടോറിയ ഓസ്ട്രേലിയ. നമ്മളുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ് ശരി ഉത്തരം. അപ്പൊ നമ്മൾ നമ്മുടെ 150 ക്വസ്റ്റ്യൻസും, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള 80 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എവിടെയെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ആവശ്യമുള്ളവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഞാനിതിൽ നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കേട്ടിട്ട് PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടിട്ട് PSC ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഇനി അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.